നമസ്കാരം ഷോൺ ജോർജ്. നമ്മുടെ ദില്ലി ഹൈക്കോടതിയിൽ SFIO അവരുടെ ആ കേസിൻ്റെ അന്വേഷണ പുരോഗതി വെളിപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ, അങ്ങാണല്ലോ ആ കേസുമായിട്ട് മുന്നോട്ട് പോയത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയും അതിലെ CMRLൻ്റെ സംഭാവനയും ഒക്കെ വലിയ വിവാദമായതാണ്. ഇപ്പോൾ നമ്മുടെ SFIOയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ പ്രതികരണം ABCയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SFIOയുടെ നിലപാട് എന്ന് പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് അവരവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അന്വേഷണത്തിലേക്ക് SFIO പോയത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഇവിടെ നടന്നിട്ടുണ്ടോ, എന്താണ് ഈ കോർപ്പറേറ്റ് ഫ്രോഡ്? CMRL എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെയും അതിൻ്റെ ഷെയർ ഹോൾഡർമാരിൽ ഏറ്റവും മുഖ്യ ഷെയർ ഹോൾഡറായ KSIDC വഴി കേരള സംസ്ഥാനത്തെയും സർക്കാരിനെയും കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ അന്വേഷണമാണ് നടന്നത്. അതെ. പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് PCIT നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് അതിന്റെ സെറ്റിൽമെന്റ് എന്ന നിലയിലാണ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിൽ ഈ CMRL സെറ്റിൽമെന്റിനെ സമീപിക്കുകയും അതിന്റെ ഉത്തരവിലാണ് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തത്. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതീവ ഗൗരവമായി കേരളത്തിന്റെ ഒരു പൊതുസ്വത്ത് KSIDCക്ക് ഷെയർ ഉള്ള ഒരു സ്ഥാപനത്തിന് KSIDCയുടെ പൊതുസ്വത്ത് കൊള്ളയടിക്കുവാൻ CMRL ശ്രമിച്ചപ്പോൾ ആ CMRLിനൊപ്പം നിൽക്കുകയും അതിനകത്ത് രേഖാമൂലം 1.7 ഉണ്ട്. ഞാൻ എപ്പോഴും രേഖാമൂലം എന്ന് പറയുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല, രേഖാമൂലം 1.72 കോടി രൂപയെ നമുക്ക് തെളിവുള്ളൂ. പക്ഷെ അത് കൃത്യമായി യാതൊരു സേവനങ്ങളും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയതാണ്. ഈ ഇത്തരം കാര്യങ്ങളൊന്നും ആർക്കും സംശയമില്ല. പക്ഷെ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അതീവ ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇവരുടെ കമ്പനികളുമായി ബന്ധപ്പെട്ട് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിലും പണം പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗ്രാഫ് എവിടെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ അഭിപ്രായത്തില് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ എടുക്കുകയും ഇനിയും അത്തരത്തിൽ പ്രവണതയുള്ള അത്തരത്തിൽ ഒരു കുറ്റം ചെയ്ത വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. എത്രമാത്രം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് പണം നൽകുകയും അവരുമായി പണമിടപാട് നടത്തുകയും ചെയ്ത ഒരു കമ്പനിയുടെ മുതലാളി, അതായത് വീണ വിജയന്റെ കമ്പനി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കമ്പനിയാണല്ലോ. അത് വീണയ്ക്ക് ആ കമ്പനി വേറെ ഡയറക്ടേഴ്സ് ഒന്നുമില്ല. മാത്രമല്ല വീണയുടെ കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ പൈസ ഒന്നും ആരും കൊടുക്കില്ല. അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള പൈസ വീണയുടെ കമ്പനി വഴി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അത്തരത്തിലുള്ള നീക്കം നടത്തിയ സ്ഥാപനത്തെ അതിനുവേണ്ടി കരിനീക്കങ്ങൾ നടത്തിയ മുഖ്യമന്ത്രിയും കേരളത്തിൽ അധികാരത്തിൽ തുടരുകയാണ്. അത്യന്തം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരികയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയും നടപടിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഇത്തരം കാര്യങ്ങൾ താങ്കൾ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയാൽ അദ്ദേഹം രാജ്യത്ത് നിന്ന് രക്ഷപ്പെടും, അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര തടയണം, അദ്ദേഹത്തെ വിദേശത്ത് പോകാൻ അനുവദിക്കരുത്, ആ അർത്ഥത്തിൽ താങ്കൾ സംസാരിക്കുകയുണ്ടായി. അത്ര ഗുരുതരമാണോ ഈ വിഷയം? 100%. കാരണം അദ്ദേഹത്തിന്റെ ഈ ഫണ്ടുകൾ മുഴുവൻ പാർക്ക് ചെയ്തിട്ടുള്ള വിദേശ കമ്പനികളാണ്. UAE ഉൾപ്പെടെ, UAE ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇവരുടെ ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പോ 180 കോടി അല്ലെ, 180 കോടി അവിടുന്ന് ട്രാൻസാക്ഷൻ നടന്നു എന്നാണ് ഏതാണ്ട് വിവരങ്ങൾ പുറത്തു വരുന്നത്. 184 ആയിരക്കണക്കിന് കോടി രൂപയുടെ ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ട്. അമേരിക്കയിലേക്ക് അമേരിക്കയിലാണ് ഈ കൂടുതൽ ഫണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി വിദേശത്തേക്ക് മറ്റെന്തെങ്കിലും ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമില്ലാത്ത വിദേശ രാജ്യത്തിലേക്ക് അദ്ദേഹം കടന്നു കളഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടുന്ന് പോകുന്ന അവരെ അവിടുന്ന് ഏതെങ്കിലും തരത്തിൽ അവരെ പിന്നെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കാനഡയിലേക്കാണ് അവർക്ക് ബന്ധമുള്ള സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് കാനഡയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയോ ഒക്കെ ഇപ്പൊ പോയാൽ തിരിച്ചു വരണമെന്ന് നിർബന്ധമില്ല. കാരണം അതിന് മാത്രം പണം അവിടെ എത്തിയിട്ടുണ്ട്.
ശേഷിക്കുന്ന കാലം സുഖമായി ആ രാജ്യത്ത് ജീവിക്കാനുള്ള പണം ആ രാജ്യങ്ങളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. മുഖ്യമന്ത്രിയും മകളും ഇനി വിദേശ യാത്രകൾ അവരുടെ ഈ കേസിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നോടം വരെ കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് കോടതി ഇനി അമാന്തം വരുത്താതെ, കോടതി താമസിപ്പിക്കാതെ ഇതിന് വിധി പറയണം. കാരണം ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി പ്രോസിക്യൂഷൻ അനുമതിയാണ് കിട്ടേണ്ടത്. പ്രോസിക്യൂഷൻ അനുമതിക്കുള്ള താമസം എന്ന് പറയുന്നത് കോടതിയിൽ ഈ കേസ് പെൻഡിംഗ് ഉള്ളതുകൊണ്ടാണ്. ആ കേസ് ഇത്രയും പെട്ടെന്ന് അവസാനിക്കണം. മാത്രമല്ല ഈ കേസിൽ അടിയന്തര തീരുമാനമെടുക്കണം. എന്നാൽ അധികാരത്തിലിരിക്കുകയും ഈ കൊള്ളയ്ക്ക് കാരണമായ കരിമണൽ കടത്ത് ഇപ്പോഴും തോട്ടപ്പള്ളിയിൽ തുടരുകയാണ്. അപ്പൊ അത് തടയേണ്ടത് ആവശ്യമാണ്. ആ തോട്ടപ്പള്ളിയിൽ നിന്ന് വാരിക്കൊണ്ടു പോകുന്ന ഇലുമിനേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇലുമിനേറ്റിനപ്പുറത്തേക്ക് അവിടെ മോണസൈറ്റും തോറിയും ഉൾപ്പെടെയുള്ള രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള അറ്റോമിക് മിനറൽസ് അവിടെ നിന്ന് കടത്തുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സമഗ്രമായ തുടരന്വേഷണം ആവശ്യമാണ്. ഇവിടെ CBIയുടെ അന്വേഷണം ആവശ്യമാണ്. ഈ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. വളരെ ഗുരുതരമായ, ഒരുപക്ഷെ ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അതീവ ഗുരുതരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങയുടെ വെളിപ്പെടുത്തൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ SFIO ഈ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ ഒരു NIA CBI തുടങ്ങിയ ഒരു സംയുക്ത ടീമിൻ്റെ, ഒരു സംഘത്തിൻ്റെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വല്ലതും രൂപീകരിച്ച് ഇത് അന്വേഷിക്കണം എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന ഇതിൻ്റെ ഭാഗമാണ് താങ്കൾ. അങ്ങ് വാദി ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. താങ്കൾ ഈ കാര്യത്തിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നീക്കം നടത്തും? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് ഇത് സംബന്ധിച്ച് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. മൈൻസ് ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ റിപ്പോർട്ട്, ഇപ്പം ഒരു സാധാരണ പൗരനായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്വേഷിക്കുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അപ്പോൾ എന്നേക്കാൾ എത്രയോ ഉയരത്തിൽ കാര്യങ്ങളെ പഠിക്കാനും അതിനെ നിയന്ത്രിക്കാനും കഴിയുന്ന ഏജൻസികളാണ് ഈ കേസ് അന്വേഷിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഈ വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഷോൺ ജോർജിന്റെ പരാതിയിലൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അതിന് പരാതിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം അവരുടെ SFIയുടെ അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം, ഇപ്പം സ്വാഭാവികമായും ഇപ്പോൾ ഇത് കോർപ്പറേറ്റ് ഫ്രോഡിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന SFIO വീണ വിജയനും CMRലും KSIDCയും കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ പണം എങ്ങോട്ട് പോയി, ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ പിണറായി വിജയനെ കുറിച്ച് ഇനി കൂടുതൽ അന്വേഷണം, പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹം മാത്രമല്ല, അവിടെ കാശ് മേടിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളില്ല. അപ്പൊ എല്ലാവരെയും ഈ വിഷയത്തിന്റെ പരിഗണനയിൽ വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ശരിയായ അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിലേക്കാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസും മറ്റും താല്പര്യം എടുത്തത് കൊണ്ടാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതിൽ അന്വേഷിക്കാൻ ഇറങ്ങിയതെന്ന് അന്ന് തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഷോൺ ജോർജ് അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം താങ്കൾ ഒറ്റയ്ക്കാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കൂടുതൽ ഈ പറയുന്നത് പോലെ ഒരു സംയുക്ത ടീമിൻ്റെ അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെടാൻ താങ്കൾ തയ്യാറാകുമോ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തുമോ? അതാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം, ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം എൻ്റെ അഭിഭാഷകരുമായി കൂടി ആലോചിച്ച്, ഇതൊരു ചെറിയ കാര്യമല്ല, എല്ലാ എക്സ്പെർട്ട് ഒപ്പീനിയൻ ആവശ്യമാണ്. അതെ, ഈ വിഷയത്തിൽ തുടർ നടപടി ഏതറ്റം വരെ പോകണോ അവിടം വരെ പോകും, അതിന് സംശയമൊന്നുമില്ല. അത് എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഈ വിഷയമായി തന്നെ പിന്നെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാം. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് റിട്ട് കേരള ഹൈക്കോടതി ഫയൽ ചെയ്തില്ലെങ്കിൽ കേരള ഹൈക്കോടതി എന്താണ് എന്റെ എക്സ്പെർട്ടൈസ് എന്നാണ് കേരള ഹൈക്കോടതിയെ ചോദിച്ചത്. എനിക്ക് എന്റെ എക്സ്പെർട്ടൈസ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു ഒരു കെമിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ കെമിസ്ട്രി പഠിച്ച ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പെർട്ടൈസ് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയോട് അത് പരിഗണിക്കാനാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. ചീഫ് സെക്രട്ടറിയുടെ പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ വകുപ്പ് സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചൊരു പരാതി ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
മൈൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്മേൽ തുടർ നടപടി. ഇപ്പോൾ അടിസ്ഥാനപരമായ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇന്നും മുഖ്യമന്ത്രി കൊള്ള ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഈ സമയത്തും ആ കൊള്ള തുടരുകയാണ്. തോട്ടപ്പള്ളിയിൽ നിന്നും കേരളത്തിന്റെ സ്വത്തായ കരിമണലിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനെ നിയമപരമായ എല്ലാ പോരാട്ടങ്ങളും ഇനി തുടർന്ന് നടത്തും. അത് ഞാൻ തോട്ടപ്പള്ളി നിവാസികൾക്ക് ഞാൻ കൊടുത്തൊരു വാക്കാണ്. അത് ഏതറ്റം വരെ ഞാൻ പോകും. തീർച്ചയായിട്ടും അങ്ങയുടെ ആ പരിശ്രമം വിജയിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഇവിടെ നമുക്ക് വീണ വിജയനിലേക്ക് തിരിച്ചു വരാം. ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ പല അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ ഭീകരബന്ധമുള്ള ചില സംഘടനകളിലേക്കും പണം പോയിട്ടുണ്ടെന്നാണ് SFIOയുടെ വെളിപ്പെടുത്തൽ. അവർ കോടതിയിൽ പറഞ്ഞത് എല്ലാ വിവരങ്ങളും പുറത്തു പറയാൻ പറ്റില്ല, മുദ്രവെച്ച കവറിൽ ഞങ്ങൾ വിവരങ്ങൾ സമർപ്പിക്കാം, കോടതി അത് പരിഗണിക്കണം എന്നാണ് അവർ കോടതിയിൽ ബോധിപ്പിച്ചത്. ഈ കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും ഒരു കാര്യം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്, എനിക്കത് അറിയാം. എങ്കിലും ഞാൻ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ശ്രദ്ധ എന്തെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്താൻ സാധിക്കുമോ? എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ എക്സാലോജിക്കിന്റെ പണമിടപാട് നടന്നിട്ടുള്ള 8 സ്ഥാപനങ്ങൾ, ആ 8 സ്ഥാപനങ്ങളിൽ 3 സ്ഥാപനങ്ങൾ ശരിക്കും ഇത്തരത്തിലുള്ള ഈ ഭീകരവാദ സംഘടനകളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ്. അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ 8 സംഘടനകളുടെയും 8 കമ്പനികളുടെയും ഡീറ്റെയിൽസ് SFIOയ്ക്ക് അഡീഷണൽ ഡോക്യുമെന്റായി പെറ്റീഷനായി ഞാൻ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ അന്വേഷണത്തിലേക്ക് അവർ പോയിട്ടുണ്ടാകും. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതിന്റെ പുറത്ത് വരേണ്ടതുണ്ടാകും. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ആറ്റോമിക് മിനറൽസ് കേരളത്തിന്റെ തീരദേശം മോണോസൈറ്റ്, തോറിയം ഉൾപ്പെടെയുള്ള ആറ്റോമിക് മിനറൽസിൽ സമ്പന്നമാണ്. ഇത് റോക്കറ്റ് വിക്ഷേപണം മുതൽ ആറ്റം ബോംബ് വരെ ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് ഇവിടെ നിന്ന് കടത്തപ്പെട്ടിട്ടുണ്ടോ? ഇലുമിനേറ്റിന്റെ പേരിൽ ഇത് ഇവിടെ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ തീവ്രവാദ ആവശ്യങ്ങൾക്കായി ഇതൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു അതിശോക്തിയായിട്ട് തോന്നും. ഇതൊക്കെ കേരളത്തിന്റെ മണ്ണിൽ നടന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പൊ അതൊക്കെ സമഗ്രമായ പഠനത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. ഏറ്റവും മുഖ്യമായ കാര്യം, ഇതെല്ലാം ചെയ്ത ആൾ ഇപ്പോഴും കേരളത്തിൽ അധികാരത്തിൽ തുടരുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്, വളരെ ഭയാനകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ധർമ്മസമരത്തിൽ എന്താ പറയേണ്ട, സത്യം വിജയിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ അങ്ങയുടെ പോരാട്ടത്തിന്, ഈ ധർമ്മസമരത്തിന് അങ്ങേക്ക് കരുത്ത് പകരാൻ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും വേണ്ട പിന്തുണയുണ്ടാകട്ടെ, ജനങ്ങളുടെ പിന്തുണയുണ്ടാകട്ടെ. അങ്ങ് സധൈര്യം മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.